श्रेष्ठाय भूतले स्वामी निधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रधारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे. നമുക്കിന്ന് ഭഗവത്ഗീത എന്താ പറയാ തുടക്കക്കാർക്ക് വേണ്ടി എന്നാണ് എൻ്റെ അടുത്ത് കഥാമൃതപ്രഭു പറഞ്ഞത്. അപ്പോ തുടക്കം തൊട്ട് എന്താണ് ഭഗവത്ഗീത ഇതെവിടെയാണ് പറഞ്ഞത്, അതിൻ്റെ ഇതെവിടെ ഏത് ഗ്രന്ഥത്തിന്റെ തുടർച്ചയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയണം, എന്നിട്ട് വേണം തുടങ്ങാനെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാരണം ഇതിൽ പുതുതായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമുക്ക് മൊത്തം നോക്കുമ്പോൾ ഏകദേശം 7 പേരോളം ഉള്ളൂ, ആരും കൂടുതലായിട്ട് ആൾക്കാരെ കാണുന്നില്ല. എന്തായാലും നമുക്ക് തുടങ്ങാം, സമയം 7 അപ്പോ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ഗീതമാണ് ഭഗവത്ഗീത. ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന ഗീതങ്ങളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ സുഹൃത്തും ബന്ധു എന്ന് പറയുമ്പോൾ സുഭദ്രയുടെ ഭർത്താവ് ആണ്. ഭഗവാന്റെ സഹോദരിയായ സുഭദ്രയുടെ ഭർത്താവ് കൂടിയാണ് അർജുനൻ. അങ്ങനെ സുഹൃത്തും ബന്ധുവുമായ അർജുനന് ഗീത ഉപദേശിക്കുന്നതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഇന്നത്തെ ഹരിയാനയിലാണ് ഈ കുരുക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. ശരിക്കും പറഞ്ഞാല് 5124 ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. നമ്മുടെ ഹിന്ദു മത കലണ്ടർ പ്രകാരം ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ച് 36 വർഷം കഴിഞ്ഞു. ഏകദേശം 5160 ഭഗവാൻ ഇവിടെ തൻ്റെ ഭൗതിക ശരീരം വെടിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ തിരോഭാവം, ഭഗവാന്റെ തിരോഭാവം നടക്കുന്നത് 5160 വർഷം ആയി. അപ്പൊ 5124 കുരുക്ഷേത്ര എന്ന് പറയുന്ന ഭൂമിയിൽ ഭഗവാൻ ഗീത ഉപദേശിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്താണ്? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കലിയുഗത്തിൽ ഭഗവത്ഗീത എന്തിനു നമ്മൾ പഠിക്കണം, എന്ത് ആണ് അത് പഠിച്ചാലുള്ള നേട്ടം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പലർക്കും ഉണ്ട് ചോദ്യമായിട്ട്. പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ തന്നെ രാമായണം, എന്തിനാ രാമായണം വായിക്കണം? PSC വല്ല ചോദ്യ പേപ്പർ വല്ലതും ഉണ്ടോ? ഈ രാമായണം വായിച്ചിട്ട് എന്താണ് നേടാൻ പോകണം? അതുപോലെ മഹാഭാരതം വായിച്ചിട്ട് എന്താ നിങ്ങൾ നേടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ നമ്മുടെ തന്നെ ധർമ്മത്തിലുള്ള ആൾക്കാർ, മറ്റുള്ള മതക്കാർ അങ്ങനെ ചോദിക്കാറില്ല. കാര്യം എന്താണ്? അവരുടെ കുട്ടികളെ, പ്രത്യേകിച്ച് ഇപ്പം ക്രിസ്ത്യാനികള് എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച കുട്ടികൾക്ക് സൺഡേ സ്കൂളുണ്ട്. അവിടെ ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഇസ്ലാം മതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 3 വയസ്സിലെ അവരുടെ മതഗ്രന്ഥമായ ഖുർആനും ഇസ്ലാമിക ജീവിതചര്യയെക്കുറിച്ചും അവരുടെ കർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചും ഒക്കെ അവരും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തിലോട്ടും വലിയ താല്പര്യമില്ല. ആരെങ്കിലും അങ്ങനെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയൊക്കെ കൊണ്ട് RSSന്റെ മേൽ കൊണ്ട് കെട്ടും. പലപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. ഈ ഗ്രന്ഥങ്ങളൊക്കെ വന്നിട്ട് 5000 വർഷങ്ങളോ ഇതിനും പുറത്തായി. RSS വന്നിട്ട് വെറും 100 വർഷമായിട്ട്. പക്ഷെ എങ്കിലും പറയാൻ ഒരു കാരണം കാണിച്ച് അവരിങ്ങനെ വർഗീയതയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യവും നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കത്തുമില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ മുതിർന്നാൽ അവരെ വർഗീയവാദിയാക്കും, രാഷ്ട്രീയക്കാരനാക്കും. അങ്ങനെയാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഒരു അവസ്ഥ. അപ്പോ ഭഗവത്ഗീത എന്തിനാണ് എന്നുള്ള ചോദ്യം, മനുഷ്യർ എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യണം, ആത്മാവ്, പരമാത്മാവ്, പ്രകൃതി, കാലം, ഇവയൊക്കെ എന്താണ്, എന്താ പറയാ, നശ്വരമായ ഈ ശരീരവും അനശ്വരമായ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കർമ്മങ്ങൾ ഒരാളെ എങ്ങനെ ഭൗതിക ലോകവുമായി ബന്ധിപ്പിക്കുന്നു, എങ്ങനെ അയാളെ ആ കർമ്മങ്ങളിലൂടെ തന്നെ മോചനം നേടാൻ പറ്റും, എങ്ങനെ ഒരു കർമ്മവുമില്ലാതെ അകർമ്മത്തിലൂടെ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും, ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റും. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഗുരുവിന്റെ പ്രാധാന്യം എന്താണ്, ഗുരുവിനെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ആവശ്യകത എന്താണ്, പിന്നെ എന്താണ് ഈ കർമ്മഫല ത്യാഗം ഇതിലൂടെ എന്താണ് ലഭിക്കുന്നത്,
മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന അഷ്ടാംഗ യോഗ പദ്ധതി എന്താണ്? സമാധി. ഭക്തിയുടെ ഭഗവത് സേവനം വഴി ആത്മാക്കൾ എങ്ങനെയാണ് ഭഗവാനെ ശരണം പ്രാപിച്ചത്? പിന്നെന്താണ്? മറ്റുള്ള ഉപാസനകളിലൂടെ അല്പബുദ്ധികളായിട്ടുള്ള ആൾക്കാരുടെ ആചാരങ്ങള്. പിന്നെന്താണ്? മരണവേളയിൽ ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് ഉള്ള യാത്രയെക്കുറിച്ച്, പിന്നെ ഭഗവാന്റെ അത്ഭുതകരമായ വിഭൂതികളെ കുറിച്ച്, കൂടാതെ ഭഗവാൻ അർജുനന് വിശ്വരൂപ ദർശനം കാട്ടിക്കൊടുക്കുന്ന ആ രംഗങ്ങളെല്ലാം ഈ ഭഗവത്ഗീതയിലുണ്ട്. ഭഗവാന്റെ ഈശ്വരത്വം, ചതുർഭുജ രൂപം, സുന്ദരമായിട്ടുള്ള ബഹുഭുജ രൂപം, മനുഷ്യന്റെ ആ രൂപത്തിലുള്ള ആ ഭഗവാന്റെ ആ രൂപം, ഇതെല്ലാം നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ പറ്റും. ദൈവിക ഗുണങ്ങൾ നേടുന്നത്, ഭക്തിയോഗം, ത്രിഗുണങ്ങൾ നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും, അസുര സ്വഭാവികളുടെ അവസ്ഥ എന്തായിരിക്കും, സന്യാസം എന്നാൽ എന്താണ്, ഭക്തിയുത ഭഗവത് സേവനം ഒരുവിനെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സനാതനമായ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിയെത്താൻ ഒരുവിനെ പ്രാപ്തനാക്കുന്നു എന്നുവരെ ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശദമായിട്ട് പറഞ്ഞാൽ മനുഷ്യരെ എങ്ങനെ ജീവിക്കണമെന്നും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഭൗതിക ജീവിതത്തിന് അല്ലെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിനും ആധ്യാത്മികമായ ജീവിതത്തിനും എങ്ങനെ ശാന്തിയും സമാധാനവും കൈവരിക്കാം, ഇതൊക്കെയാണ് ഭഗവത്ഗീതയിലൂടെ ഒരാളെ മനസ്സിലാക്കിക്കുന്നത്. സാധാരണ നമുക്കറിയാം, ഒരു യന്ത്രം, ഏത് യന്ത്രം ഇറക്കുമ്പോൾ അതിനോടൊപ്പം ഒരു കാറ്റലോഗ് ഉണ്ട്. അപ്പം എന്തായാലും ഏത് സാധനം വാങ്ങിച്ചാലും അതെങ്ങനെ ഉപയോഗിക്കണം, അത് എങ്ങനെ ഉപയോഗിച്ചു കൂടാ, അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതെല്ലാം ആ കാറ്റലോഗിൽ ഉണ്ടാകും. പക്ഷെ സാധാരണ നമ്മളെല്ലാവരും ആ കാറ്റലോഗ്, അതിലടിച്ചിരിക്കുന്ന എന്താ പറയുക, ഗ്യാരണ്ടി പീരീഡ് തുടങ്ങിയ സീലും അതിൻ്റെ ഒപ്പമൊക്കെയുള്ള ആ കമ്പനിയുടെ ആ സീലും ഇതൊക്കെ ഉള്ളത് ആ ഗ്യാരണ്ടി കാർഡ് എടുത്ത് വളരെ സൂക്ഷിച്ച് ഭദ്രമായി വെക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അത് വായിച്ചു നോക്കാറുണ്ടാകില്ല. പലരും അപൂർവമായിട്ട് ചിലർ വായിക്കുന്നുണ്ടാവാം. പക്ഷെ പൊതുവിൽ അങ്ങനെ ആരും അത്ര ഡീപ്പായിട്ട് അത് വായിക്കരുത്. പക്ഷെ അത് വായിച്ചാൽ മാത്രമാണ് ആ യന്ത്രം കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ മനുഷ്യ ജീവിതം എങ്ങനെ നമ്മൾ ജീവിക്കണം, എങ്ങനെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, ഭഗവാനെ എൻ്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ എന്താണ് വഴി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഭഗവത്ഗീത നമ്മെ സഹായിക്കുന്നു. ഭഗവത്ഗീത നമ്മൾ മനസ്സിലാക്കണം. വയസ്സായ കാലത്ത് അർജുനന് എന്താ പറയാ, നടക്കാൻ വയ്യാണ്ട് ഇരിക്കുന്ന സമയം അല്ല അർജുനൻ ഗീത ഭഗവാൻ നിന്ന് കേട്ടത്. അതെപ്പോഴാണ്? അത് നല്ല യൗവന പ്രായത്തിലാണ്. പൊതുവിൽ ആധ്യാത്മിക കാര്യങ്ങൾ ബാല്യത്തിലെ തുടങ്ങണമെന്നാണ്. പക്ഷെ ഈ പറഞ്ഞ ആ ഭഗവത്ഗീത യൗവനത്തിലെങ്കിലും തുടങ്ങണം. കാരണം ഇതിലെ കാര്യങ്ങൾ വെറുതെ വായിച്ചു പോകാനുള്ളതല്ല. ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുകയും അത് തൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഭഗവത്ഗീത പഠനം പൂർണ്ണമാകും. അല്ലാതെ എല്ലാം കഴിഞ്ഞ് ജീവിതത്തിന്റെ അവസാന ബസ് കാത്ത് നിൽക്കുന്ന ആ സമയത്ത്, മരണത്തിലേക്കുള്ള ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് വായിക്കാനുള്ളതല്ല ഭഗവത്ഗീത. ശരിയാണ്, ഭഗവത്ഗീത കൈകൊണ്ട് തൊടുന്നതും ഭഗവത്ഗീത വീട്ടിൽ വെക്കുന്നതും ഭഗവത്ഗീത വായിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അത് വായിച്ച കാര്യങ്ങൾ, വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് നമ്മുടെ ഭഗവത്ഗീത പഠനം പൂർണ്ണമാകും. അപ്പോൾ നമ്മൾ സ്കൂളുകളിൽ തന്നെ ധാരാളം വിഷയങ്ങൾ പഠിക്കാം. ഇപ്പൊ കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ A² + B² = A² + 2AB + B² എന്നൊക്കെ പറഞ്ഞുള്ള സിദ്ധാന്തങ്ങളൊക്കെ പഠിക്കാറുണ്ട്. ലോഗരിതം പോലെയുള്ള ഇതൊക്കെ പഠിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ എത്ര സ്ഥലങ്ങളിൽ പ്രയോജനപ്പെട്ടു എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിമിതമായി 0 ആയിരിക്കാനാണ് സാധ്യത. കാരണം ഇതൊന്നും നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പം 10ാം ക്ലാസ് പഠിച്ച നമ്മളെല്ലാവരും അടുത്ത തവണ ഒന്നുകൂടി പരീക്ഷ എഴുതിയാൽ നല്ല മാർക്ക് വാങ്ങിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ പോലും നമ്മളൊന്ന് മറക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് മിക്കവാറും എല്ലാ കാര്യങ്ങളും
ആ പഠനത്തോട്, ആ പരീക്ഷയോട് ഒപ്പം തന്നെ മറന്നു പോകലാണ് സാധ്യത. വളരെ അപൂർവ കുട്ടികൾക്കാണ് ആ ബോധം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ ആൾക്കാരും പഠിച്ച കാര്യങ്ങൾ പലപ്പോഴും അത് മറന്നു പോകാനാണ് സാധ്യത. നമുക്ക് കെമിസ്ട്രി തന്നെ H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന് വെള്ളം ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? പക്ഷെ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഒരു വരൾച്ചയിലും ഈ സിദ്ധാന്തം പ്രാക്ടിക്കലി കൊണ്ടുവരാനോ വെള്ളം ഉണ്ടാക്കി ആൾക്കാരുടെ ദാഹം തീർക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ആധ്യാത്മികമായ ശാസ്ത്രം അങ്ങനെയല്ല. അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി നമ്മുടെ ജീവിതത്തിനെ ഭഗവാനിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നവ കൂടിയാണ്. അപ്പോ പണ്ട് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. എന്തിനേറെ കഴിഞ്ഞ ദിവസം ഈ ദിവസം എന്ത് ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എത്രത്തോളം ഓർത്തിരിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഉദാഹരണം നീന്തൽ, പിന്നെന്താണ് നൃത്തം, അല്ലെങ്കിൽ പാട്ട് പാടുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മറക്കാറില്ല. അതൊക്കെ നമ്മൾ നമ്മുടെ എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുക. അതുപോലെ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ ഈ പറഞ്ഞ ഭഗവത്ഗീത അടക്കമുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ശരിയായ രീതിയിൽ ശരിയായ ആൾക്കാരിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മരണത്തിൻ്റെ ആ വക്കിൽ എത്തുമ്പോഴേക്കും ഭഗവാനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ജ്ഞാനം എന്ന് പറയുന്നത് അറിവ്. പൊതുവിൽ എല്ലാ അറിവുകളും ജ്ഞാനം എന്ന് പറയും. പക്ഷെ എത്ര ജ്ഞാനം ഉണ്ടായാലും അയാൾ അത് വിജ്ഞാനത്തിലേക്ക് എത്തിക്കണം, എങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. ക്യാൻസറൊക്കെ പിടിച്ച് കിടക്കുന്ന ആൾക്കാരെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് സിഗരറ്റ് പോലും മദ്യപാനം. പക്ഷെ ഈ പറയുന്ന ഡോക്ടർ പോലും അയാളുടെ ഡ്രാഗ് അടിച്ച് നീക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ 2-3 പാക്കറ്റ് സിഗരറ്റ് ഒക്കെ കിടക്കുന്നതാണ്. അപ്പൊ അയാൾക്ക് പുകവലിക്കാൻ പാടില്ല എന്നുള്ളത് അറിയാം. അതാണ് ജ്ഞാനം, അത് അറിവ്. പക്ഷെ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് വിജ്ഞാനമായിട്ട് മാറുന്നത്. അപ്പോ അയാൾക്ക് അറിവുണ്ട്, പക്ഷെ വിജ്ഞാനമില്ല. അപ്പൊ നമ്മുടെ അറിവുകൾ ജീവിതത്തിൽ പ്രയോജനമുള്ളതാവണം. ഭഗവത്ഗീത നമ്മളെ ഈ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, എന്താ പറയാ, ഇനി ഒരു ജീവിതമില്ലാത്ത അവസ്ഥ. കാരണം അറിയാമല്ലോ, എല്ലാവർക്കും ജനിച്ചാൽ മരിക്കണം, മരിച്ചാൽ ജനിക്കണം. ഇത് ശാശ്വതമായ സത്യമാണ്. അപ്പോ ഇതിൽ ഈ ജന്മ മരണ ചക്രത്തിന് ഒരു മോചനം നേടാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഭഗവത്ഗീത മനസ്സിലാക്കി ആ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ആരാണ്, ഞാൻ ആരാണ്, ഭഗവാനും ഞാൻ തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മളെ ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധിച്ച് ഇവിടെ തളച്ചിടും, എങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മളെ ഈ ബന്ധനത്തിൽ നിന്ന് മോചനം നൽകും, എങ്ങനെയുള്ള കർമ്മങ്ങൾ നമുക്ക് ഭഗവാനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇങ്ങനെയുള്ള അറിവുകൾ നമുക്ക് ഭഗവത്ഗീതയിലൂടെ നേടിയെടുക്കാൻ കഴിയും. ഇപ്പൊ നമുക്ക് ഭൗതികമായിട്ട് നോക്കിയാൽ പോലും ഭഗവത്ഗീത പഠിക്കുന്നത് വളരെ എല്ലാവർക്കും പ്രയോജനകരമാണ്. കാരണം ഇപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം, ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളാണ് ഈ പ്രഷർ, ഷുഗർ. എല്ലാവർക്കും ഇപ്പം മിക്കവാറും ഈ 20 വയസ്സ് ആകണ്ട അതിനു മുമ്പ് തന്നെ ഷുഗർ പേഷ്യൻറ്റുകൾ ഉണ്ടാവും, പ്രത്യേകിച്ച് ഭാരതത്തിൽ, കേരളത്തിൽ. അപ്പോൾ ഈ പറയുന്ന ഷുഗർ അതിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള എന്താ പറയാ ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. നമുക്കറിയാം, യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ എന്ന് ഭഗവാൻ പറയുന്നത് ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയുള്ളവർക്ക് ആണെന്നുള്ള മട്ടിലല്ല. പക്ഷെ അത് നമുക്കും ആപ്റ്റാണ്. ഈ രീതിയിൽ ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി, ഇവയിലൊക്കെ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് അത് സർവ്വ ദുഃഖങ്ങൾക്കും ദുഃഖങ്ങളെയും അകറ്റാൻ കഴിയുമെന്ന് ഭഗവത്ഗീത 6-ാം അധ്യായം 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, അത് എങ്ങനെ നിയന്ത്രിക്കണം, എത്ര മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള കാര്യങ്ങൾ പരിശീലിക്കുന്നത് കൊണ്ട് ഭൗതികമായിട്ട് പോലും ഒരാളെ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയും. ഒപ്പം നമുക്കറിയാം, ജനനമരണ ചക്രത്തിൽ നിന്നുള്ള മോചനം അത് ഭഗവത്ഗീതയിലൂടെയും ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെയും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിലാണ് ആ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചത്, അല്ലാതെ വയസ്സായ സമയത്തല്ല. അപ്പോ നമ്മുടെ യൗവനകാലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കാലഘട്ടം എല്ലാവർക്കും ജീവിതത്തിൽ പല പല സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകൾ, ജീവിത പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ഓഫീസിലാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ സമയത്ത് വീർപ്പുമുട്ടി നിൽക്കുന്ന ആ യുവതയ്ക്ക് ജീവിതം വിജയം നേടാൻ ഭഗവത്ഗീത വളരെ അനുഗ്രഹകരമാണ്. ഭഗവത്ഗീത കൈകൊണ്ട് തൊടുന്നത് തന്നെ എന്താ പറയാ, പഠിക്കുന്നതൊക്കെ പുണ്യപ്രദമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കണം. പാചകക്കുറിപ്പുകൾ നമുക്ക് പലരുടെയും കൈകളിൽ പുസ്തകം തന്നെ ഉണ്ടാവും. പക്ഷെ ആ പുസ്തകം ഇങ്ങനെ ഡെയിലി വരച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് നമ്മൾ ആ മലക്കറിയൊക്കെ പച്ചക്കറിയൊക്കെ മേടിച്ച് നമ്മൾ ആ സാധനം, ആ പാചകക്കുറിപ്പിലുള്ളത് ഉണ്ടാക്കി അത് നിവേദിച്ച് കഴിക്കുമ്പോഴാണ് അത് നമ്മുടെ പ്രാവർത്തികമാകുന്നത്. അപ്പോഴാണ് അതിന്റെ റിസൾട്ട് പൂർണ്ണമാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഭഗവത്ഗീത വായിച്ച് അത് ശ്രദ്ധയോടുകൂടി വായിച്ച് സംശയങ്ങളെല്ലാം മുതിർന്ന ഭക്തരോട് ചോദിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല വിജയങ്ങൾ കൈവരിക്കാൻ പറ്റും. നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ സംസ്കാരത്തെ ഒക്കെ മനസ്സിലാക്കാതെ നമ്മുടെ ഈ പറയുന്ന സനാതന ധർമ്മത്തിലുള്ള യുവാക്കളും യുവതികളും ഒക്കെ ഈ മയക്കുമരുന്നുകള്, ജിഹാദികളിലൊക്കെ പെട്ട് ചതിക്കപ്പെടുന്നു. ജീവിതം തന്നെ യഥാർത്ഥ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോ ഇവിടെ സുഖം, ദുഃഖം, ഈ പറഞ്ഞ ഇരുട്ട്, വെളിച്ചം, കയറ്റം, ഇറക്കം, മാനം, അപമാനം, ശീതം, ഉഷ്ണം, ഇങ്ങനെ ദ്വന്ദ്വങ്ങൾ നിറഞ്ഞ ഈ ലോകത്തെ സമബുദ്ധിയോടുകൂടി നോക്കിക്കാണാനും ഏത് പ്രതിസന്ധിയിലും തളരാതെ ധൈര്യത്തോട് എല്ലാം നേരിടാനും ഒടുവിൽ ഭക്തിയിലൂടെ ഭഗവത് സേവനവും ഭഗവത് പ്രാപ്തിയും നേടാൻ ഭഗവത്ഗീത നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഭഗവത്ഗീത വായിക്കേണ്ട കാര്യം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു. ഇനി ഭഗവത്ഗീത ഉപദേശിക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും മഹാഭാരതം, മഹാഭാരതത്തിലെ ഭീഷ്മപർവം എന്ന് പറയുന്ന പർവ്വത്തിൽ 18 പർവ്വങ്ങളുണ്ട്. അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭഗവത്ഗീത ഇന്നും തുടങ്ങാൻ പറ്റില്ല. മഹാഭാരതം എന്ന് പറയുന്ന 1,00,000 പരം ശ്ലോകങ്ങൾ നിറഞ്ഞതാണ്, വ്യാസദേവൻ രചിച്ചതാണ്. അപ്പോ എന്താ പറയാ, മഹാഭാരതത്തിലെ ഭീഷ്മപർവം എന്ന് പറയുന്ന അധ്യായത്തിലാണ് ഈ എന്താ പറയാ 830 മുതൽ 1531 വരെയുള്ള ശ്ലോകങ്ങളിലാണ് ഈ ഭഗവത്ഗീത പ്രതിപാദിക്കുന്നത്. അപ്പോ നമുക്ക് അതിന്റെ സാഹചര്യം ഒന്ന് ചുരുക്കി പറയാം. വലിയ ഒരു പറയണമെന്നുണ്ടെങ്കിൽ കുരുവംശം തൊട്ട് തുടങ്ങേണ്ടി വരും. ചന്ദ്രവംശത്തിൽ നിന്ന് തുടങ്ങുന്ന എന്താ പറയാ, ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും പുത്രനായ ഭരതനിൽ നിന്നും തുടങ്ങുന്ന അങ്ങനെ വരുന്ന അവസാനം ശന്തനു മഹാരാജാവ്, അത് കഴിഞ്ഞ് ഭീഷ്മർ, പിന്നെ സത്യവതിയുടെ പുത്രന്മാരായ ചിത്രാംഗതൻ, വിചിത്രവീര്യൻ, ഇങ്ങനെ തുടങ്ങി പറയുമ്പോഴേക്കും 2, 3, 4 ദിവസങ്ങൾ എടുക്കും ഇത് ഇത്രയും പറഞ്ഞു തീരുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം പറയാൻ പറ്റില്ല. അത് നമുക്ക് മഹാഭാരത കഥ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരിക്കൽ ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഭഗവത്ഗീത കഴിഞ്ഞിട്ട് അത് തുടങ്ങാം. എന്തായാലും ഇത് നമുക്ക് തൽക്കാലം ശരിക്കും ഇതിന്റെ ഈ ഭഗവത്ഗീത ഉപദേശിക്കാനുണ്ടായ സാഹചര്യം ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, നമുക്കറിയാം കൗരവര്, പാണ്ഡവര്, ധൃതരാഷ്ട്രയുടെ പുത്രരാണ് കൗരവര്, പാണ്ഡുവിന്റെ മക്കളാണ് പാണ്ഡവർ. അപ്പോ ഇവരുടെ ജീവിതമൊക്കെ വളരെ കുറേ ഉണ്ട് പറയാനായിട്ട്. പക്ഷെ എന്തായാലും ഇവര് സ്വന്തമായിട്ടുണ്ടാക്കിയ ഇന്ദ്രപ്രസ്ഥമടക്കം എന്താ പറയാ, ധൃതരാഷ്ട്രയുടെ ആവശ്യപ്രകാരം ഒരു ചൂതാട്ടത്തിന് തയ്യാറാകേണ്ടി വരുന്നു യുധിഷ്ഠിരനും കൂട്ടുകാരും. അപ്പോൾ ദുര്യോധനൻ പറയുന്നു, എനിക്ക് പകരം എൻ്റെ മാമൻ ശകുനിയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. ആ സമയത്ത് വേണമെങ്കിൽ യുധിഷ്ഠിരന്, അങ്ങനെയാണെങ്കിൽ എനിക്ക് പകരം കൃഷ്ണൻ ഇരിക്കും എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ യുധിഷ്ഠിരൻ കുറച്ച് കളി അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷെ എങ്ങനത്തെ കളി?
സത്യസന്ധമായ ചൂതാട്ടം, കള്ളക്കളി എന്ന് പറയും. പക്ഷെ ശകുനിയാണെങ്കിലോ കള്ളക്കളിയുടെ ആശാനാണ്. ഒരു ആനയെ എങ്ങനെ കടത്താം, ഒരു കുതിര എങ്ങനെ കൊണ്ടുപോകാം, ഒരു കാലാളിനെ എങ്ങനെ വെട്ടി വീഴ്ത്താം, ഇതെല്ലാം കള്ളക്കളികളിലൂടെ പഠിച്ചു വെച്ചിരിക്കുന്ന ആളാണ് ശകുനി. ശകുനി എന്ന് പറയുന്നത് ഗാന്ധാരിയുടെ സഹോദരൻ. അപ്പോൾ അങ്ങനെ രാജാവായ ധൃതരാഷ്ട്രരുടെ ആവശ്യപ്രകാരം ഇന്ദ്രപ്രസ്ഥം എന്ന രാജ്യം ഖാണ്ഡവ വനത്തെ എന്താ പറയാ അഗ്നിക്ക് ദഹിപ്പിക്കാൻ ഉള്ള അവസരമൊരുക്കി അസുരശില്പിയായ മയനാൽ നിർമ്മിക്കപ്പെട്ട ദേവലോകത്തെ പോലും വെല്ലുന്ന, നമുക്ക് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, വെള്ളമുണ്ടെന്ന് തോന്നിക്കും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ വെള്ളമില്ല, വെള്ളമില്ലെന്ന് വിചാരിക്കുന്നിടത്ത് വെള്ളമുണ്ട്. അങ്ങനെ പല പല അത്ഭുതങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലമാണ് ഇന്ദ്രപ്രസ്ഥം. ഹസ്തിനപുരിയാണ് ധൃതരാഷ്ട്രരുടെ കൊട്ടാരമൊക്കെ ഉള്ള തലസ്ഥാനമാണ്. ഇന്ദ്രപ്രസ്ഥം ഖാണ്ഡവ വനത്തിൽ. പക്ഷേ ഈ ഹസ്തിനപുരിയിൽ പോലും ഇത്രയും സുഖ സൗകര്യങ്ങളും ഇത്രയും അത്ഭുതങ്ങളൊന്നുമില്ല. അങ്ങനെ ആ പാലുകാച്ച് ചടങ്ങിന് വന്ന ദുര്യോധനൻ അവിടെ വെള്ളത്തിലൊക്കെ വീഴുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ഭീഷ്മരും ദ്രൗപദിയൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. ആ ചിരിയാണ് യുദ്ധത്തിലേക്ക് വഴി വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവരെ ചൂതാട്ടത്തിന് വിളിക്കുന്നു. അങ്ങനെ യുധിഷ്ഠിരൻ കൃഷ്ണനെ ആ സമയത്ത്, കൃഷ്ണൻ അങ്ങോട്ട് വന്നാൽ ഈ തന്നെ ആ കളിക്ക് ഇരുത്തില്ല എന്ന് അറിയാമായിരുന്നു. കാരണം യുധിഷ്ഠിരന് സത്യസന്ധമായ കളിയെ അറിയാവൂ. അപ്പോൾ ശകുനിയുടെ മുമ്പിൽ സത്യസന്ധനായ കളിക്കാരന് ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ഒരിക്കലും ഈ കളി അംഗീകരിക്കില്ല. അതുകൊണ്ട് യുധിഷ്ഠിരൻ കൃഷ്ണൻ ആ സമയത്ത് അങ്ങോട്ട് വരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ചൂതാട്ടത്തിന് ചെന്നിരിക്കുന്നത്. തോറ്റ് തുന്നം പാടി ആര്? നമ്മുടെ യുധിഷ്ഠിരൻ. അങ്ങനെ എന്തുപറ്റി? സഹോദരങ്ങളും പ്രിയപത്നിയും കൊട്ടാരവും എല്ലാം പണയ വസ്തുക്കളാക്കപ്പെട്ടു. അവസാനം ദ്രൗപദിയെ എന്താ പറയാ വസ്ത്രാക്ഷേപം ചെയ്യാനുള്ള ഇടയായി. ഭഗവാൻ ആ സമയത്ത് ദ്രൗപദിയുടെ നിലവിളി കേട്ട് വസ്ത്രാവതാരം നേടി. വസ്ത്രാവതാരത്തിലൂടെ ദ്രൗപദിയെ അവിടെ മാനം രക്ഷിക്കുന്നുണ്ട്. അവസാനം ഇവർക്ക് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും എന്നുള്ള രീതിയിൽ കാട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവര് വനവാസം എല്ലാം പൂർത്തിയാക്കി തിരിച്ച് ഒരു പകുതി രാജ്യം വിരാട രാജാവിന്റെ രാജധാനിയിലെത്തി. അവിടെ വിരാട രാജാവിന്റെ രാജധാനിയിൽ വെച്ച് കൃഷ്ണനും പാണ്ഡവരും സത്യകീത് തുടങ്ങിയുള്ള ദ്രോണര് ഇവരെല്ലാവരും വരുന്നു. ഇനി പാണ്ഡവർക്ക് അർഹതപ്പെട്ട രാജ്യവും അവര് സ്വന്തമായിട്ടുണ്ടാക്കിയ ഇന്ദ്രപ്രസ്ഥം അടക്കം തിരിച്ച് വാങ്ങേണ്ട ആവശ്യകതയെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോ കൃഷ്ണനെ ദൂതനായിട്ട് വിടുന്നു. പകുതി രാജ്യമോ ഇന്ദ്രപ്രസ്ഥം അടക്കമുള്ള പകുതി രാജ്യമോ അല്ലെങ്കിൽ 5 സംസ്ഥാനങ്ങളോ 5 ജില്ലകളോ 5 ഗ്രാമങ്ങളോ 5 പഞ്ചായത്തുകളോ അല്ലെങ്കിൽ 5 വീടോ അല്ലെങ്കിൽ ഒരു വീടെങ്കിലും കൊടുത്ത് ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും സൂചി കുത്താനുള്ള സ്ഥലം പോലും ഞാൻ കൊടുക്കില്ല. അവർക്ക് വേണമെങ്കിൽ എൻ്റെ സൗമാനുസത്തിൽ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോട്ടെ, പക്ഷേ രാജ്യം വേണമെന്ന് ചോദിച്ചു വന്നാൽ കൊടുക്കാൻ സൂചി കുത്തുന്ന മണ്ണ് പോലും ഞാൻ കൊടുക്കില്ല എന്ന് ദുര്യോധനൻ പറയുന്നു. അപ്പോ ഭീകരമായ യുദ്ധത്തിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മരണവും മറ്റും ഒഴിവാക്കാൻ ദൂത് വന്ന ഭഗവാനെ തന്നെ ഈ ദുര്യോധനൻ പിടിച്ചു കെട്ടി തുറങ്കിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ വിശ്വരൂപ ദർശനമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ആ പ്രഭയിൽ ഇവർക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇവരെല്ലാം കണ്ണുമഞ്ചി ബോധമറ്റ് വീഴുകയാണ് ചെയ്തത്. ഒടുവിൽ സ്വന്തം പിതാവായ ധൃതരാഷ്ട്ര, ഗാന്ധാരി, അമ്മയായ ഗാന്ധാരി, പിന്നെ ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ ഇവരെല്ലാവരും ഈ ദുര്യോധനനെ ഉപദേശിക്കുന്നുണ്ട്. ആ പകുതി രാജ്യം കൊടുത്ത് ഈ യുദ്ധം ഒഴിവാക്കാൻ നല്ലവണ്ണം ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ദേഷ്യത്തോടുകൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്ന അല്ലാതെ ഈ ദുര്യോധനൻ കീഴടങ്ങിയില്ല. ദുര്യോധനൻ യുദ്ധത്തിന് പോകട്ടെ, ഞാൻ ജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഭീഷ്മാചാര്യര്, പിന്നെന്താണ് കർണൻ, ദ്രോണാചാര്യര് തുടങ്ങി ധാരാളം ഭാരതിമാരൊക്കെ എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ പാണ്ഡവർക്ക് എന്തായാലും അവരങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് പാണ്ഡവർ ഒരിക്കലും ജയിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം. ഒപ്പം രാജ്യം
ഭരിക്കുന്ന ആളെന്നുള്ള നിലയിൽ മറ്റു സാമന്ത രാജ്യക്കാരെല്ലാം തങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഈ പറയുന്ന പാണ്ഡവരുടെ കൂടെ അങ്ങനെ നിൽക്കാൻ വളരെ കുറച്ചു പേരെ കിട്ടുള്ളൂ. അതൊക്കെ ദുര്യോധനൻ അറിയാമായിരുന്നു. അപ്പോ ഭഗവാൻ ആ സമയത്ത് ധൃതരാഷ്ട്രത്ത് പറയുന്നുണ്ട്, ഈ നിങ്ങൾ ദുര്യോധനെ, നിങ്ങളെ പുത്രന സ്നേഹം നിങ്ങൾക്ക് വലിയ 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 ദ്രോഹം വരുത്തി വെക്കും. ഈ ദുര്യോധനെ പിടിച്ച് തുറുങ്കിലടയ്ക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഹസ്തനപുരി ഈ രാജ്യം കുട്ടികളുടെയും വിധവകളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ കൂട്ടക്കരച്ചില് കൊണ്ട് പ്രകമ്പനം കൊള്ളും എന്നൊക്കെ ഭഗവാൻ പറയുമ്പോൾ ധൃതരാഷ്ട്രം അന്ധമായ പുത്രസ്നേഹത്താൽ ധൃതരാഷ്ട്രം ഒന്നും കേൾക്കുന്നില്ല. എന്നിട്ട് ചുമ്മാ ഒരു ഞാനും പറഞ്ഞില്ലേ, എന്നിട്ട് അവൻ കേൾക്കുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യാൻ എന്നൊക്കെ ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ധൃതരാഷ്ട്രം പറയും. പക്ഷെ ധൃതരാഷ്ട്രം ആ സമയത്ത് രാജാവാണ്. രാജാവ് ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഭടന്മാർക്ക് ഈ പറയുന്ന ദുര്യോധനെ തുറുങ്കിൽ അടയ്ക്കാം. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണ്? ദുര്യോധനുമായിട്ട് നടന്ന സംഭാഷണത്തിൽ തങ്ങൾ ജയിക്കുമെന്ന് കാര്യകാരണ സഹിതം ദുര്യോധനൻ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പം തൻ്റെ ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ അറിയാം ഞങ്ങൾ ജയിക്കും, അതുകൊണ്ട് എവർക്കൊന്നും രാജ്യം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. അതുകൊണ്ട് എന്നാൽ ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊക്കെ പറഞ്ഞു നോക്കി, അവൻ കേൾക്കണ്ടേ എന്നൊക്കെ അങ്ങനെ പറയുന്നതല്ലാതെ ആത്മാർത്ഥമായിട്ട് യുദ്ധം ഒഴിവാക്കാൻ ധൃതരാഷ്ട്രം ഒന്നുമേ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഗത്യന്തരമില്ലാതെ പാണ്ഡവർ യുദ്ധത്തിന് തയ്യാറാകുന്നു. അങ്ങനെ ഭാരതവർഷത്തിലെ നാട്ടുരാജ്യങ്ങളിൽ കുറച്ചു പേര് പാണ്ഡവരോടൊപ്പവും കൂടുതൽ ആൾക്കാരും കൗരവരോടൊപ്പം ഉണ്ടായിരുന്നു. പാണ്ഡവർക്ക് 7 അക്ഷൗണി പടയും കൗരവർക്ക് 11 അക്ഷൗണി പടയുമാണ് ഉണ്ടായത്. ഒരു അക്ഷൗണി എന്ന് പറയുമ്പോൾ കുതിരകൾ 65,610, രഥങ്ങൾ 21,870, ആനകൾ 21,870, കാലാൾപ്പട 1,09,350. അങ്ങനെ മൊത്തം 21,87,000 ഇങ്ങനെ എന്താണ്. അപ്പം 18 അക്ഷൗണി എന്ന് പറയുമ്പോൾ ഏകദേശം 39,36,600, ഏകദേശം 40 ലക്ഷം അടുപ്പിച്ച് വരും. ഇത്രയും സൈന്യങ്ങളാണ് അവിടെ ഈ മഹാഭാരത യുദ്ധത്തിൽ. 18 അക്ഷൗണി, പാണ്ഡവർക്ക് 7, മറ്റു കൗരവർക്ക് 11. അങ്ങനെ 40 ലക്ഷത്തിനോളം ആൾക്കാരാണ് ഈ യുദ്ധഭൂമിയിൽ യുദ്ധത്തിനായിട്ട് വന്നു ചേർന്നത്. അപ്പോ യുദ്ധത്തിന് മുന്നേ ഹസ്തിനപുരിയിലെത്തുന്ന വ്യാസദേവൻ പുത്രനാണ് ആര്? ധൃതരാഷ്ട്രം. വ്യാസദേവന്റെ പുത്രനാണ് ധൃതരാഷ്ട്രവും പാണ്ഡുവും വിതുരരും. അപ്പൊ അതിന്റെ കഥയൊക്കെ കുറെ ഉണ്ട്, അതൊക്കെ പറഞ്ഞ് നമുക്കിത് തീരില്ല. അപ്പോ അങ്ങനെ പുത്രനായ ധൃതരാഷ്ട്രർക്ക് ഈ നിനക്ക് ദിവ്യദൃഷ്ടി തരാം, നിനക്ക് യുദ്ധരംഗം കാണാനായിട്ട് തരാമെന്ന് പറയുമ്പോൾ അതുവരെ ഉള്ള ആ ധൈര്യമൊക്കെ ധൃതരാഷ്ട്രത്തെ ചോർന്നു പോകുന്നു. കാരണം ഈ യുദ്ധം നടക്കുന്നത് എവിടെയാണ്? ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിലാണ്. ധർമ്മത്തിന്റെ ഭൂമിയാണ്. അവിടെ പണ്ട് സ്മരണാതീതമായ കാലം മുതലേ പൂജകള്, മറ്റ് കർമ്മങ്ങള്, ശ്രാദ്ധങ്ങൾ, അങ്ങനെയുള്ള പല പല പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ തന്റെ പുത്രന്റെ സൈന്യത്തിന് കൂടുതൽ സൈന്യബലം ഉണ്ടെങ്കിലും അവിടെ ധർമ്മസ്ഥലമായതുകൊണ്ട് പാണ്ഡവര് പൊതുവിൽ ധർമ്മിഷ്ഠരാണ്. അപ്പോ ഒപ്പം ഭഗവാനും അവരെ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്റെ പുത്രന്മാർ കൊല്ലപ്പെടുന്നത് തനിക്ക് കാണേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് വ്യാസദേവന്റെ അടുത്ത് ധൃതരാഷ്ട്രം പറയുന്നു, എനിക്ക് ആ വരം വേണ്ട, മറിച്ച് എന്റെ മന്ത്രിയും മിത്രവും അങ്ങയുടെ ശിഷ്യനുമായ സഞ്ജയന് ആ കഴിവ് കൊടുത്താൽ മതി. സഞ്ജയൻ എനിക്ക് രംഗങ്ങൾ വിവരിച്ചു തരും എന്ന് പറയുന്നു. അങ്ങനെ സഞ്ജയന് ഈ ദിവ്യദൃഷ്ടി ആര് കൊടുക്കുന്നു? വ്യാസദേവൻ കൊടുക്കുന്നു. ആ ദിവ്യ ചക്ഷുസ് വെച്ച് യുദ്ധരംഗത്തിലെ വിവരണം ആര് നടത്തുന്നു? സഞ്ജയൻ നടത്തുന്നു. അപ്പോ സൈനിക ശക്തിയിൽ മുന്നിൽ തങ്ങളാണെങ്കിലും ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തില് അധർമ്മികളായ തന്റെ മക്കള് കൊല്ലപ്പെട്ടാലോ എന്ന് വിചാരിച്ചാണ് അത് വേണ്ടെന്ന് വെച്ചത്. ആര്? ധൃതരാഷ്ട്രം. അങ്ങനെ ദിവ്യദൃഷ്ടി തനിക്ക് വേണ്ടെന്ന് വെക്കുന്നു. അപ്പോ 10-ാം ദിവസം ഭീഷ്മര് ശരശയിൽ വീഴുന്നതോടെ ഉള്ള ആത്മവിശ്വാസം കൂടി നഷ്ടപ്പെടുന്നു. ആർക്ക്? ധൃതരാഷ്ട്രത്തിൽ. അപ്പോൾ ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ ധൃതരാഷ്ട്ര സഞ്ജയനോട് കുരുക്ഷേത്രത്തിൽ ഒന്നിച്ചുകൂടി എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു എന്ന ചോദ്യത്തോടു കൂടിയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായോത്സവ പാണ്ഡവശ്ചൈവ കിമ കുറുവത സഞ്ജയ എന്ന ശ്ലോകത്തിലൂടെയാണ് ഈ പറയുന്ന ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീത അർജുനൻ മാത്രമല്ല കേട്ടത്, സഞ്ജയൻ കേട്ടു. പിന്നെ ആരെ കേട്ടു? ധൃതരാഷ്ട്രർ കേട്ടു. സഞ്ജയനിലൂടെ ധൃതരാഷ്ട്രർ കേട്ടു. പിന്നെ ആര് കേട്ടു? അർജുനൻ, സഞ്ജയൻ, പിന്നെ കൊടിയിൽ ഉണ്ട ഹനുമാനും കേട്ടു. അങ്ങനെ
അതിൽ ഈ ബാക്കിയുള്ളവരൊക്കെ എല്ലാം അവരെല്ലാം ഭക്തരായി. പക്ഷെ ധൃതരാഷ്ട്രർക്ക് മാത്രം ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പോ ദുര്യോധനെ സന്തോഷിപ്പിക്കാനെന്നോണം യുദ്ധത്തിന് സന്നദ്ധരാണെന്നുള്ള മട്ടില് ആദ്യമായിട്ട് ശംഖൂതുന്നത് ഭീഷ്മരാണ്. അപ്പോ ഭീഷ്മർ ശംഖ് ഊതിയതും ഒരു വട്ടമല്ല 2 വട്ടം യുദ്ധത്തിന് ഞങ്ങളും തയ്യാറാണെന്ന മട്ടിൽ കൃഷ്ണൻ പാഞ്ചജന്യവും അർജുനൻ ദേവതത്വവും ഉച്ചത്തിൽ മുഴക്കി. അപ്പോ അർജുനന് ഭഗവാന്റെ ആ ഒരു സാന്നിധ്യത്തിൽ തന്നെ കൊണ്ട് യുദ്ധം ചെയ്യിക്കാൻ പറ്റുമെന്നുണ്ടായിരുന്ന ഒരു ആത്മബലം, ആത്മധൈര്യം. നമുക്കറിയാം ദ്വാരകയിൽ ഭഗവാന്റെ സഹായം അഭ്യർത്ഥിച്ച് അർജുനനും ദുര്യോധനും ഒരേ ദിവസം ഒരേ സമയത്ത് അവിടെ എത്തുന്നുണ്ട്. ദുര്യോധനൻ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ അർജുനൻ ഭഗവാന്റെ പാദത്തിൽ നമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഭഗവാൻ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. അപ്പൊ ദുര്യോധനൻ വന്നിട്ട് ഭഗവാന്റെ തലക്കിൽ വന്നിരുന്നു. അങ്ങനെ ഭഗവാൻ ഇത് അറിയാത്ത മട്ടില് കണ്ണു തുറന്നിട്ട് അർജുന എപ്പോഴും വന്ന് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങയുടെ സഹായം വേണം എന്ന് പറയുമ്പോൾ ദുര്യോധനൻ പറയും അപ്പോൾ ശരി, നീ വന്നെങ്കിൽ കുഴപ്പമില്ല. ഇളയ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് അർജുനന് ഇതിന്റെ ആവശ്യം ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്ക് അതിന് മുമ്പ് ഭഗവാൻ പറയും, ഞാൻ എൻ്റെ നാരായണ സൈന്യത്തെ ഒരു കൂട്ടർക്കും എന്നെ ഒരു കൂട്ടർക്കും ഞാൻ തരാം എന്ന് പറയും. അപ്പോൾ അർജുനൻ പറയും, എനിക്ക് ഭഗവാൻ മതി, എനിക്ക് നാരായണ സൈന്യം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങ് ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം എനിക്ക് കഴിയും, എന്നെ കൊണ്ട് കഴിയും, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം പറ്റും എന്ന് അർജുനൻ പറയുന്നുണ്ട്. ദുര്യോധനൻ മനസ്സാ സന്തോഷിച്ചു. എനിക്ക് വൻപിച്ച നാരായണ സൈന്യം എനിക്ക് കിട്ടിയല്ലോ എന്ന് ദുര്യോധനനും സന്തോഷിച്ചു. എന്തായാലും ഭഗവത്ഗീതയിലൂടെ എന്താ പറയാ, വായനയിലൂടെ അല്ലെങ്കിൽ ശ്രവണത്തിലൂടെ എന്നെ കൊണ്ടും ഈ പറയുന്ന ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എനിക്ക് കാരണം. സോറി കേട്ടോ, ഒരു കാൾ വന്നുപോയി. അപ്പോൾ ഭഗവത്ഗീതയിലൂടെ അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ പ്രവൃത്തികളിൽ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് ജീവിത വിജയം നേടണം. അങ്ങനെ 2 സേനകൾക്കും നടുവിലായി രഥത്തെ കൊണ്ട് നിർത്താൻ തെല്ല് അഹങ്കാരത്തോടു കൂടി യുദ്ധത്തിന് മുന്നിൽ അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്. തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ ദുര്യോധനെ സന്തോഷിപ്പിക്കാനായിട്ട് യുദ്ധത്തിന് ഒരുങ്ങി വന്നവരെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്പം ഒരു തന്റെ ശക്തിയിൽ മതിമറന്ന അർജുനൻ ഭഗവാന്റെ അടുത്ത് ഈ രഥം അവിടെ കൊണ്ടിടൂ എന്നുള്ള മട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നീ ഒന്ന് ചെന്ന് കണ്ടോളൂ എന്നുള്ള മട്ടിൽ ഭഗവാൻ ഈ തേര് കൊണ്ട് ഈ 2 സൈന്യത്തിന്റെയും നടുക്കൂട്ട് നിർത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സൈന്യങ്ങൾക്ക് നടുവിൽ കൊണ്ട് നിർത്തുന്നു. അപ്പോൾ തനിക്ക് എപ്പോഴാണ് കാണുന്നത് എന്താണ്, തനിക്ക് തന്റെ ഏറ്റവും പ്രിയങ്കരനായ മുതുമുത്തശ്ശനായ ഭീഷ്മര് തന്റെ മകനേക്കാളും തന്നെ സ്നേഹിക്കുന്ന, നമുക്കറിയാം ഈ പറയുന്ന അർജുനനെ സ്നേഹിക്കുന്നത് പോലെ പുത്രനെ പോലും ഈ പറയുന്ന ദ്രോണം സ്നേഹിച്ചിട്ടില്ല. അർജുനന് വേണ്ടി നമ്മുടെ ഏകലവ്യന്റെ തള്ളവിരൽ പോലും മുറിച്ചെടുക്കുന്നുണ്ട്. ആര്? ദ്രോണാചാര്യൻ. ഇതായിട്ട് ഈ ഏകലവ്യന്റെ നിന്നും ഇത് വാങ്ങുന്നുണ്ട് ഗുരുദക്ഷിണയായിട്ട്, ആര്? ദ്രോണർ. അപ്പൊ അത്രയും പ്രിയങ്കരനായിട്ടുള്ള ഗുരു തങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഭീഷ്മര്, തങ്ങളുടെ പ്രിയമുള്ള പിന്നെ ബന്ധുജനങ്ങള്, തങ്ങളുടെ സുഹൃത്തുക്കള്, ഇവരെല്ലാം കണ്ട സമയത്ത് എന്ത് പറ്റുന്നുണ്ട്, അർജുനന്റെ ശരീരം മൊത്തം വിറയ്ക്കുകയാണ്. തനിക്ക് ഈ ഭൂമി എന്നല്ല, ത്രിലോകങ്ങൾ പോലും ലഭിച്ചാൽ പോലും ഇവരെ കൊണ്ടുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ട എന്ന് അർജുനൻ പറയുന്നുണ്ട്. ഇവരെ ചോര പുരണ്ട ഒരു സുഖങ്ങളും എനിക്ക് വേണ്ട. ഇവരെ കൊല്ലുന്നതിലൂടെ വംശനാശം, കുലധർമ്മം, അധർമ്മം ഒക്കെ നശിക്കും, അധർമ്മം എല്ലാം ഉണ്ടാവും, സ്ത്രീകൾ ദുഷിക്കും, വേണ്ടാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടാകും, ജീവിതം നരകതുല്യമാകും, പിതൃക്കൾ പിണ്ടമോ ഉദക്രിയയോ കിട്ടാതെ അധപ്പതിക്കും. അതുകൊണ്ട് അവരെന്നെ കൊന്നോട്ടെ, എനിക്ക് എന്നാലും വിഷമമില്ല
രാജ്യം നേടാൻ വേണ്ടി ഈ ജനങ്ങളെയൊന്നും എനിക്ക് കൊല്ലാനാവില്ല എന്ന് അർജുനൻ പറഞ്ഞ്, എന്റെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നു, ഗാണ്ഡീവം വല്ലാതെ വഴുതി വീഴുന്നു, തൊലി ചുറ്റു നീർന്നു, തല ചുറ്റുന്നു, നിൽക്കാനാവുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ അർജുന്റെ കയ്യിൽ നിന്ന് ആ ഗാണ്ഡീവം എല്ലാം ഊർന്ന് താഴോട്ട് വീഴുന്നു. അങ്ങനെ വിയർത്ത് കുളിച്ച് കണ്ണീരായിട്ട് തീർത്തിട്ട് തളർന്നിരുന്ന അർജുനോട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ സ്വഭാവം? നീ ഇങ്ങനെ ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകരുത്. 42 ലക്ഷം പേർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള ആള് പറയാണ് യുദ്ധം വേണ്ടാന്ന്, ദേഹം തളരുന്നു. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഇപ്പോഴാണോ തോന്നിയത്? നീ പറയുന്നതൊന്നും ശരിയല്ല, ഇതൊന്നും ആര്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അവർക്ക് ചേർന്നിട്ടുള്ളതല്ല. ഇത് അകീർത്തികരമാണ്, ഇത് സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്, നരകത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് മാത്രമല്ല, നീ ശത്രു സൈന്യത്തെ കണ്ട് പേടിച്ചോടിയതാണെന്ന് ലോകർ നിന്നെ വിലയിരുത്തും, കളിയാക്കും, അവരൊക്കെ ട്രോളി മറിക്കും നിന്നെ. നിന്റെ അഹിംസാവാദത്തെ ആരും അംഗീകരിക്കില്ല. ജീവൻ പേടിച്ച് എന്തോ തട്ടിക്കൂട്ടി ന്യായീകരണമായിട്ട് വന്നതാണെന്ന് ലോകം നിന്നെ കരുതും എന്ന് മാത്രമല്ല, എന്താണ്, എന്തിനു വേണ്ടി കൊല്ലുന്നു എന്നുള്ളതാണ് ഇവിടെ കാര്യം. അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുക, തനിക്ക് അവകാശപ്പെട്ട രാജ്യം നേടാനായിട്ട് യുദ്ധം ചെയ്യാൻ ക്ഷത്രിയന് അവകാശമുണ്ട്. അങ്ങനെ അതിൽ നിന്ന് യുദ്ധത്തിൽ പിന്മാറുന്നതാണ് എന്താ പറയാ, നരകത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യ പാക് യുദ്ധമോ അല്ലെങ്കിൽ ഇന്ത്യ ചൈന യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ആൾനാശം ഉണ്ടാവും എന്നൊക്കെ പേര് നമ്മുടെ പട്ടാളത്തിന്റെ മേൽത്തട്ടിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മാറിക്കളഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോ അധർമ്മികളെ അല്ലെങ്കിൽ അധർമ്മം ചെയ്യുന്നവരെ നിഗ്രഹിക്കുക എന്നുള്ളത് ആ രാജ്യം ഭരിക്കുന്ന ആളുടെ കടമയാണ്. മനസ്സിലല്ലേ? ഇപ്പം ഉത്തർപ്രദേശിലൊക്കെ ഷൂട്ടർ സൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ പറയുന്ന ഭീകരവാദികളെയും ജനദ്രോഹികളെയൊക്കെ വെടിവെച്ച് തന്നെ കൊല്ലുന്നുണ്ട്. അപ്പോ എന്താ പറയാ, ഈ ഗോവിന്ദ സ്വാമിമാരെയൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നിറയുന്നത് എന്തുകൊണ്ടാണ്? അവരെയൊക്കെ ഇവിടെ നമ്മൾ വളർത്തുന്നതുകൊണ്ടാണ്. ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊന്നുകളയണം, അല്ലെങ്കിൽ സൗമ്യമാർ വീണ്ടും ആവർത്തിക്കും. അപ്പോ ഇത് ഒരു ലോക നിയമമാണ്. നമ്മളെ ജനത്തിന് മൊത്തം ദ്രോഹകരമായിട്ട് ജീവിക്കുന്നവരെ നശിപ്പിക്കുക എന്നുള്ളത് ലോക നിയമമാണ്. ശ്രീരാമൻ പോലും രാവണനെ പല രീതിയിലും തെറ്റിദ്ധരുത്താൻ നോക്കി, പക്ഷെ രാവണൻ കേട്ടോ ഇല്ല. അവസാനം എന്ത് പറ്റി? രാവണനെ മാത്രമല്ല രാക്ഷസ വംശത്തെ തന്നെ മൊത്തം നശിപ്പിക്കേണ്ടി വന്നു ശ്രീരാമൻ. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഭഗവാന്റെ മനഃശാസ്ത്രപരമായ നീക്കത്തിൽ അർജുനന് മനംമാറ്റം വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എനിക്ക് ചോദിച്ചത് പറഞ്ഞു തരണം, അങ്ങയെ ശരണം പ്രാപിച്ച് ശിഷ്യനാണ് ഞാൻ എന്ന് പറയുന്നു ആര്? അർജുനൻ. തുടർന്ന് ഭഗവാൻ അർജുനനടുത്ത് ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും ഉണ്ടെന്നും ബുദ്ധിമാന്മാർ ജീവിച്ചിരിക്കുന്നവരെ പറ്റിയോ മരിച്ചുപോയവരെ ചൊല്ലിയോ വിലപിക്കാറില്ല എന്നും ഞാനില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല, അതുപോലെ നീയും ഈ കാണുന്ന സൈന്യങ്ങളും എന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, നാളെയും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും എന്ന് തുടങ്ങി ഗീത. അപ്പോ മരണം ശരീരത്തിന് മാത്രമാണ് ബാധകമെന്നും ആത്മാവിന് മരണമില്ലെന്നും ആത്മാവ് ശരീരം സ്വീകരിക്കുന്നതാണ് ജനനമെന്നും ആത്മാവ് ശരീരം ഉപേക്ഷിക്കുന്നതാണ് മരണമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ അർജുനന് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു ഭീകരവാദിയായ ഒരാളെ നാം കൊന്നാലും ഇല്ലെങ്കിലും അയാൾ മരിക്കും, അയാളുടെ മരണസമയം എടുക്കും, മരിക്കും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അയാളെ കൊല്ലണം എന്ന് വെച്ചാൽ, അയാൾ മനുഷ്യബോംബായിട്ട് വന്ന് ക്ഷേത്രം തകർക്കും, അല്ലെങ്കിൽ ഭക്തജനങ്ങളെ തകർക്കും, അല്ലെങ്കിൽ നിരപരാധികളായ ആൾക്കാരെ തകർക്കും, അല്ലെങ്കിൽ പാർലമെന്റ് തകർക്കും, ആ കൂട്ടക്കൊലകൾ നടത്തും. അതുകൊണ്ട് ബോംബുമായി വരുന്ന ഒരു ഭീകരനെ കൊന്നു തള്ളുന്നതിൽ ഒരു കുറ്റവുമില്ല. അവിടെ നമ്മൾ കൊല ചെയ്യാതിരിക്കുന്നതാണ് കുറ്റം. കാരണം അത് കാരണം നിരപരാധികളായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലപ്പെടും. അപ്പോ ഇങ്ങനെ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു തുടങ്ങുന്നു. വെറും 45 മിനിറ്റ് കൊണ്ടാണ് ഈ ഭഗവത്ഗീത അർജുനന് ഉപദേശിക്കുന്നത്. ഭഗവത്ഗീതയിൽ മൊത്തം 700 ശ്ലോകങ്ങളാണ്. ഇപ്പോൾ ക്ഷത്രിയനെന്നാൽ പിന്നെന്താണ്, അയാള് ധർമ്മത്തിന് വേണ്ടി, അല്ലെങ്കിൽ അയാളുടെ ശാസ്ത്രധർമ്മം എന്ന് പറയുന്നത്
അയാളുടെ അവകാശപ്പെട്ട രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതാണ്, തനിക്ക് അവകാശപ്പെട്ട രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതാണ് ക്ഷത്രിയന്റെ ധർമ്മം. പിന്നെന്താണ്? നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും സ്വർഗപ്രാപ്തിക്കും ഭഗവാന്റെ ധാമത്തിലേക്കുള്ള തിരിച്ചു പോകലിനും ഒക്കെ കാരണമായി മാറുന്നതെന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ ചെയ്യുന്ന പ്രവൃത്തികളെ 100% ആത്മാർത്ഥം പുലർത്തണം, ഈശ്വരാർപ്പണമായി എന്തും ചെയ്യണം. അപ്പോ ഫലം ഭഗവത് സേവനത്തിനായി സമർപ്പിക്കണം. ഇപ്പൊ കർമ്മണ്യവാദികാരസ്ഥ മാഫലേഷു കഥാചന എന്നൊക്കെ പറയുമ്പോൾ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണം, അതെന്താണെന്നൊക്കെ പലർക്കും സംശയമുണ്ടാകും. ഈ ഫലം ഇച്ഛിക്കാന്ന് പറഞ്ഞാൽ ഫലം വേണ്ടെന്നല്ല, എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട്. പക്ഷെ ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ ഭഗവാന് സമർപ്പിക്കണം എന്നാണ്. ഇപ്പം നമുക്ക് ജോലിക്ക് പോകുമ്പോൾ ശമ്പളം കിട്ടും, വരുമാനമുണ്ട്, ആ പൈസയിൽ ഒരു പങ്ക് നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ കർമ്മവും ആ ഫലവും അകർമ്മമായിട്ട് മാറും. അത് നമ്മെ ഈ ഭൗതിക ലോകവുമായി ബന്ധിക്കില്ല. എല്ലാ കർമ്മങ്ങൾക്കും എന്താണ്, നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലം തരാൻ സാധിക്കും, ചീത്ത കർമ്മങ്ങൾക്ക് മോശമായ ഫലം തരാൻ സാധിക്കും. നല്ല ഫലങ്ങൾ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കും, ചീത്തപരമായ കർമ്മങ്ങൾ നമ്മളെ നരകത്തിലേക്ക് നയിക്കും. മറിച്ച് ആ കർമ്മഫലം നമ്മൾ സ്വീകരിക്കാതിരുന്ന, അല്ലെങ്കിൽ അത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അതൊക്കെ അകർമ്മമായത് കൊണ്ട് തന്നെ നമ്മളെ ഇതിന്റെ നല്ലതും ദോഷവുമായിട്ടുള്ള ഒന്നും നമ്മെ ബാധിക്കില്ല. അതിലൂടെ സുഹൃതം കിട്ടും, സുഹൃതത്തിലൂടെ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യണം, ആത്മാർത്ഥതയോട് ചെയ്യണം, 100% സത്യസന്ധത പുലർത്തണം. അത് ഭഗവത് സേവനത്തിനായിട്ട് അതിന്റെ ഫലങ്ങൾ സമർപ്പിക്കാനും ശ്രമിക്കണം. ഈ ഭഗവത്ഗീത ഉപദേശിച്ചത് നമ്മൾ ഇന്ന് പുസ്തകത്തിൽ കാണുന്ന 18 അധ്യായങ്ങളായിട്ടല്ല. ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത് ഒറ്റ ഇതായിരുന്നു. അതിനെ വിഷയങ്ങളെ അധികരിച്ച് വ്യാഖ്യാതാക്കൾ 18 അധ്യായങ്ങളാക്കി മാറ്റിയതാണ്. അപ്പോ പണ്ട് എല്ലാം ഒറ്റ ഇതായിരുന്നു, ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒറ്റ ഇതായിരുന്നു. ഈ 18 അധ്യായങ്ങളായിട്ട് വ്യാഖ്യാതാക്കളാണ് ധരിച്ചത്. അപ്പോൾ ഇത് എന്താ പറയാ, ഈ വ്യാഖ്യാതാക്കൾ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഭക്തരൊന്നുമല്ല. ഇതില് എന്താ പറയാ, ഭഗവാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചും തള്ളിപ്പറഞ്ഞും മാറ്റിമറിച്ചും പുതുവ്യാഖ്യാനങ്ങൾ നൽകിയും രാഷ്ട്രീയക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, എന്താ പറയാ, തത്വചിന്തകര്, കാവ്യവേഷമിട്ട കപട സന്യാസിമാര്, ഇങ്ങനെ പല ആൾക്കാരും ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. 700 പരം വ്യാഖ്യാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പോൾ അത്തരക്കാർക്കൊക്കെ അവരുടെ ചിന്താഗതികളായിരിക്കും ഭഗവത്ഗീതയിൽ കടത്തിവിടുന്നത്. അപ്പൊ ആ വ്യാഖ്യാനങ്ങൾ പഠിക്കുന്നവർക്ക് ഒരിക്കലും ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനോ ഭഗവാൻ ഉദ്ദേശിച്ച രീതിയിൽ ആധ്യാത്മികമായിട്ട് ഉയരാനോ ഒന്നും കഴിയില്ല. ഇപ്പൊ അർജുനന് 5000 വർഷം മുമ്പ് ഭഗവത്ഗീത ഉപദേശിച്ച ഭഗവാൻ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂര്യദേവനായ വിവസ്വാന് ഭഗവത്ഗീത ഉപദേശിച്ചിരുന്നു എന്ന് ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഭഗവാൻ എന്ന് പറയുന്നത് ശാശ്വതനാണ്, നമ്മളും ശാശ്വതരാണ്. പക്ഷെ എന്താ വ്യത്യാസം എന്ന് പറയുന്നത്, കടലും കടലിലെ വെള്ളവും പോലെയാണ്. ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ട്, പക്ഷെ ഭഗവാന്റെ ആ ഗുണത്തിന്റെ അളവ് നമുക്കില്ല. നമുക്ക് വളരെ വളരെ ചെറുത്, വളരെ അണു മാത്രമാണ് നമ്മൾ. ഭഗവാൻ വിഭുവാണ്. ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ ശക്തി വിശേഷങ്ങളാണ്. ഇപ്പൊ കടൽ വെള്ളത്തിൽ എന്താണ്, കടലിലെ എല്ലാ ക്വാളിറ്റിയും ഉണ്ടാവും, പക്ഷെ ക്വാണ്ടിറ്റി അതിന്റെ വിസ്തീർണവും അതിന്റെ എന്താണ്, അതിന്റെ ആഴങ്ങള്, അതിലുള്ള അത്ഭുതങ്ങൾ, അതെല്ലാം നമുക്കറിയാൻ പറ്റില്ല. ഇന്ന് പൂർണ്ണമായിട്ട് കടലിനെ ഇന്നും പഠിച്ചിട്ടില്ല മനുഷ്യൻ. അപ്പോ ആ കടൽ വെള്ളമാണ് നമ്മൾ. ഭഗവാൻ കടന്നു, ഭഗവാന്റെ ഉള്ള എല്ലാ ഗുണങ്ങളും നമുക്കുണ്ട്, പക്ഷെ അതിനെല്ലാം ലിമിറ്റേഷൻ, നമുക്ക് പരിമിതിയും. അപ്പോ ഭഗവാൻ 5000 വർഷം മുമ്പ് അർജുനന് ഗീത ഉപദേശിച്ചു. അതിനും എത്രയോ കോടി വർഷം മുമ്പ് സൂര്യദേവനായ വിവസ്വാന് ഭഗവാൻ ഗീത ഉപദേശിച്ചിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി ഭഗവാന്റെ ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെടാനും ജീവിത വിജയം നേടി ജനന മരണ ചക്രത്തിൽ നിന്നും ശാശ്വതമായ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനും ഭഗവാനിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഗുരുശിഷ്യ പരമ്പര, നമുക്ക് ഭഗവത്ഗീതയില് ഗുരുശിഷ്യ പരമ്പരയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. യഥാരൂപം, ഭഗവത്ഗീത യഥാരൂപം നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഗുരുശിഷ്യ പരമ്പര പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ പേജിൽ അത് ആ ഗുരുശിഷ്യ പരമ്പരയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ
AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് 32ാമത്തെ ആളായിട്ട് അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭഗവാനിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഗുരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഭഗവത്ഗീത വേണം വാങ്ങി വായിക്കാൻ, ഇല്ലെങ്കിൽ പലരും നമ്മളെ വഴിതെറ്റിക്കും. അപ്പോ അങ്ങനെ ഗുരു പരമ്പരയിൽപ്പെട്ട ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തി ഗുരുവിനെ സ്വീകരിക്കണം. ജീവിതത്തിൽ ഒരു ഗുരു നമുക്കുണ്ടാകണം. ആ ഗുരുവിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനും ഒക്കെ കഴിയത്തുള്ളൂ. ഇനി ഗീതാ മാഹാത്മ്യം പറയുന്നുണ്ട്. ഗീതാശാസ്ത്രമിതം പുണ്യം പടേതു പ്രിയത പുമാൻ. ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവൻ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകുമെന്ന് പറയുന്നു. ഗീതാധ്യായന ശീലസ്യ പ്രാണയാമ പരസ്യ നൈവ സന്ധിഹി പൂർവജന്മ കൃതാനിച്ച. ആത്മാർത്ഥമായി ഗൗരവമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ അയാൾ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല എന്ന് പറയുന്നു. മലിനേ മോചനം പുംസ ജലസ്നാനം ദിനേ ദിനേ സകൃത്രി ഗീതാമൃത സ്നാനം സംസാര മലനാശനം. നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്തവന്റെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുമെന്നും പറയുന്നുണ്ട്. പിന്നെന്താണ്? ഭാരതാമൃത സർവസ്വം വിഷ്ണുവക്രോ ദിവിനിശ്രുതം ഗീതാ ഗംഗോദകം പിത്വ പുനർജന്മന വിദ്യതേ. ഗംഗാജലം പാനം ചെയ്യുന്നവന്റെ പാപം നശിച്ച് മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവനെ പിന്നെ പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുദർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരസർവമാണ്. ഉപനിഷത്തുകൾ പശുവിനെ പോലെയാണ്. ഗോപകുമാരനായ കൃഷ്ണൻ പശുവിനെ കറക്കുന്നു. അർജുനൻ പശുക്കിടാവും. ഭക്തർ അമൃത തുല്യമായ ഭഗവത്ഗീത ആകുന്ന പാൽ പാനം ചെയ്യുന്നവരുമാകുന്നു എന്ന് പറയുന്നു. ഇനി ശങ്കരാചാര്യൻ എന്താ പറയുന്നത്? ഭഗവത്ഗീത കിഞ്ചിതീത ഗംഗാജലലഭ കണികാ പീത സഹൃദബിയേനും മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ചർച്ച. ഭഗവത്ഗീത പാരായണം ചെയ്യുന്നവരെയും ഗംഗാജലം പാനം ചെയ്യുന്നവരെയും സുഹൃദ്ഭാവത്തോടെ അല്ലെങ്കിൽ സ്നേഹഭാവത്തോടെ മുരാരിയെ കൃഷ്ണനെ സേവിക്കുന്നവരെയും ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നവരെയും യമദേവൻ ചർച്ചയ്ക്ക് പോലും എടുക്കില്ല. അവരെല്ലാം വൈകുണ്ഠ ലോകത്തേക്ക് പോകേണ്ടവരാണ്. ഭഗവാന്റെ ധാമത്തിലേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജഭൂടമതേ. അതുകൊണ്ട് മണ്ടന്മാരെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഗോവിന്ദനെ ഭജിക്കൂ എന്നും ശങ്കരാചാര്യ പറയുന്നു. ഈ ഗീത എന്താ പറയാ മഹാത്മ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ഏകം ശാസ്ത്രം ദേവകി പുത്ര ഗീത ഏകോ ദേവോ ദേവകി പുത്ര ഏവ ഏകമന്ത്രോ തസ്യ നാമാനിയാനി കർമ്മപ്രേകം തസ്യ ദേവസ്യ സേവ. ലോകത്തിൽ പൊതുവായ ഏകധർമ്മ ഗ്രന്ഥം ഭഗവത്ഗീതയും ഒരേ ഒരു ഈശ്വരൻ ദേവകിപുത്രനായ ശ്രീകൃഷ്ണനും ഒരേ ഒരു മന്ത്രം ഭഗവാന്റെ തിരുനാമ കീർത്തനവും അല്ലെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ എന്ന ആ തിരുനാമവും പിന്നെന്താണ് ഒരേ ഒരു സേവനം ധർമ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനവുമാണെന്ന് ഈ ഗീത മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് അധ്യായം 1 കയറാം. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ് ആദ്യത്തെ അധ്യായത്തിന്റെ പേര്. അപ്പൊ ധൃതരാഷ്ട്ര ചോദിക്കുന്നുണ്ട്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായോത്സവ മാമക പാണ്ഡവശ്ചൈവ കിമ കുർവത സഞ്ജയ. ധൃതരാഷ്ട്ര ചോദിക്കുന്നു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു? അപ്പോ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന ദൈവിക ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതിന്റെ രത്ന ചുരുക്കമായ ഗീതാ മഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളും ഇല്ലാതെയും തന്നിഷ്കഷ്ടം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അത് തന്നെയുണ്ട്. ഭഗവാൻ തുറന്ന് തന്നെ ആ ഉപദേശം ഗ്രഹിച്ച അർജുനന്റെ വഴി ശിഷ്യപരമ്പരയിലൂടെ പോന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു സ്വദേശ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായാൽ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു. മറ്റ് ആധ്യാത്മിക കൃതികളിലുള്ളതെല്ലാം ഗീതയിലുണ്ട്. മറ്റൊന്നിലും കാണാത്തതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും. അതാണ് ഭഗവത്ഗീതയുടെ വൈശിഷ്ട്യം. ഈ ആധ്യാത്മിക ശാസ്ത്രം പൂർണ്ണമാണ്. എന്തെന്നാൽ പരമദൈവത്വം പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് അരുൾ ചെയ്തതാണ്. മഹാഭാരതത്തിൽ വിവരിക്കുന്ന സഞ്ജയനും ധൃതരാഷ്ട്രമായുള്ള സംവാദമാണ് ഈ തത്വശാസ്ത്രത്തിന് അടിത്തറയായി വർത്തിക്കുന്നത്.
കുരുക്ഷേത്രത്തിൽ നിലത്ത് വെച്ചാണ് ഇതിന്റെ ഉൽപ്പത്തി എന്നും നമുക്കറിയാം. സ്മരണാതീതമായ വൈദിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു അത്. മനുഷ്യവർഗത്തിന് വഴികാട്ടുവാനായി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് ചെയ്ത ഉപദേശമാണ് ഗീത. ഇവിടെ ധർമ്മക്ഷേത്രയെ ആധ്യാത്മിക ക്രിയകൾ ചെയ്യുന്ന സ്ഥലം എന്ന വാക്ക് ഏറ്റവും സാരവാർത്താണ്. എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമദിവത്വ പുരുഷൻ അർജുനന്റെ ഭാഗത്താണ്. കൗരവന്മാരുടെ അച്ഛനായ ധൃതരാഷ്ട്രർക്ക് സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് അതിയായ സന്ദേഹമുണ്ട്. അദ്ദേഹം കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുന്നു, അവർ എന്ത് ചെയ്തു എന്ന്. തന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തോടെ പോർനിലത്തെത്തിയിരിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിരുന്നാലും ഈ അന്വേഷണം അർത്ഥവത്താണ്. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവണമെന്ന് ധൃതരാഷ്ട്രർ ആഗ്രഹിച്ചില്ല. തന്റെ മക്കളുടെ ഭാവിയെ പറ്റി അദ്ദേഹം ഉത്കണ്ഠിതനായിരുന്നു. വേദങ്ങളിൽ ദേവന്മാർക്ക് പോലും ഒരു ആരാധന സ്ഥലമായി പറയപ്പെട്ടിട്ടുള്ള കുരുക്ഷേത്രമാണ് പോർനിലമായിട്ട് എടുത്തിട്ടുള്ളത്. ആ പാവന സ്ഥലത്തിന്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ടെത്തിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ആ സ്വാധീന ശക്തി അർജുനനും പാണ്ഡുപുത്രന്മാർക്കും സഹായകമായി. കാരണം അവർ സ്വഭാവേന ഗുണശാലികളാണ്. ഈ വസ്തുത ധൃതരാഷ്ട്രർക്ക് വ്യക്തമായി അറിയാം. വ്യാസശിഷ്യനായിരുന്നു സഞ്ജയൻ. വ്യാസദേവന്റെ കരുണയാൽ ധൃതരാഷ്ട്രയുടെ കൊട്ടാരത്തിൽ ഇരുന്ന് തന്നെ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ധൃതരാഷ്ട്ര സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതിഗതികളെ പറ്റി ആരായുന്നത്. ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ. ധൃതരാഷ്ട്രന്റെ മനോഭാവം ഇവിടെ വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം തന്റെ മക്കളെ മാത്രം കൗരവർ എന്ന് അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിന്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു. തന്റെ അനന്തരാവാസികളാകേണ്ട പാണ്ഡുപുത്രന്മാരുമായുള്ള ധൃതരാഷ്ട്ര ബന്ധത്തിന്റെ പ്രത്യേകത ഇന്ന് നിന്ന് മനസ്സിലാക്കാം. ധർമ്മപിതാവായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ച് നിലത്തിലെ കളകളെന്ന പോലെ ആ ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാട് വാഴിക്കുമെന്നും ഇതിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. ചരിത്രവും പരവും വൈദികവും മായ പ്രാധാന്യത്തിന് പുറമെ ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ്. അപ്പൊ ഇവിടുത്തെ ചില പോയിന്റുകൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നും ഇല്ലാതെയും സനിഷ്കൃഷ്ടം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ എപ്പോഴും അതെങ്ങനെയാണ് വായിക്കേണ്ടത്? ഒരു കൃഷ്ണഭക്തന്റെ സഹായത്തോടെ ആയിരിക്കണം പറ്റുമെങ്കിൽ. ഒപ്പം നമുക്കുണ്ടാകുന്ന സംശയങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് അത് ആ ഭക്തരോട് ചോദിച്ച് അത് സംശയ നിവാരണം ചെയ്യണം. പിന്നെ എന്താണ്, അർജുനൻ വഴി ഭഗവാനിൽ നിന്ന് ഉപദേശം കേട്ട് ഗ്രഹിച്ച രീതി വേണം നമ്മൾ പിന്തുടരാൻ. അതുകൊണ്ടാണ് ഒരു ഗുരുവിൽ നിന്ന്, ഭഗവാനിൽ നിന്ന് നമുക്ക് നേരിട്ട് ഇപ്പോൾ എന്തായാലും ഉപദേശം കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഭഗവാനിൽ നിന്ന് തുടങ്ങുന്ന ഗുരുശിഷ്യ പരമ്പരയിലൂടെ വേണം നമ്മൾ ഗീത പഠിക്കാൻ. പിന്നെന്താണ്, ഭഗവാൻ തുടങ്ങുന്ന ആ ഗുരുശിഷ്യ പരമ്പരയിൽപ്പെട്ടവരിൽ നിന്ന് വേണം ഗീത ശ്രവിക്കാൻ. അങ്ങനെ ഭഗവത്ഗീത മനസ്സിലാക്കിയവൻ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു എന്ന് പറയും. അപ്പൊ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ മറ്റു ഗ്രന്ഥങ്ങൾ, ലോകത്തിലുള്ള മറ്റു ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കുന്നതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ വായിക്കുന്നതിലൂടെ ഒരു ജീവാത്മാവിന് എല്ലാ കാര്യങ്ങളും, കാരണം എല്ലാ കാര്യങ്ങളും അവിടെ ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കാത്ത ഒരു വിഷയമില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഭഗവത്ഗീത പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിലുള്ള മറ്റു ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചാൽ കിട്ടുന്ന പ്രയോജനവും ഭഗവത്ഗീത വായിച്ചാൽ കിട്ടും. പിന്നെന്താണ്, മറ്റ് ആധ്യാത്മിക കൃതികളിൽ ഉള്ളതെല്ലാം ഇതിലുണ്ട്, മറ്റെന്തെങ്കിലും കാണാത്തതും ഇതിൽ കാണാൻ കഴിയും എന്നും പറയും. മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ, മറ്റുള്ള കൃതികളിൽ ഉള്ള പല കാര്യങ്ങളും ഈ ഭഗവത്ഗീതയിലുണ്ട് എന്ന് മാത്രമല്ല, മറ്റുള്ളതിൽ കാണാത്ത കാര്യങ്ങൾ പോലും ഭഗവത്ഗീതയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മനുഷ്യവർഗത്തിനെ വഴികാട്ടാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണിത്. ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് തന്ന ഒരു ഈ ഗ്രന്ഥമാണ് ഭഗവത്ഗീത, ഉപദേശമാണ് ഭഗവത്ഗീത. പിന്നെന്താണ്, ഇത് ഉപദേശം നടത്തുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ ധാരാളം തരത്തിലുള്ള പല പല യുദ്ധങ്ങൾ, ന്യായ അന്യായങ്ങളെ, ഇങ്ങനെ മനസ്സ് തന്നെ ഇങ്ങനെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുമ്പോൾ നമുക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ, ന്യായത്തിന്റെ വഴി, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ ഒക്കെ വഴി തിരഞ്ഞെടുക്കാൻ ഭഗവത്ഗീത നമ്മെ സഹായിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മരണാതീതമായ കാലം മുതലേ തീർത്ഥാടകരുടെ പുണ്യസ്ഥലമായിരുന്ന സ്ഥലമാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ധർമ്മക്ഷേത്രം കൂടിയാണ് കുരുക്ഷേത്രം. ആധ്യാത്മിക ക്രിയകൾ ചെയ്തിരുന്ന സ്ഥലമാണ് കുരുക്ഷേത്രം.
അതുകൊണ്ടാണ് അവിടെ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് അവർക്ക് സദ്ഗതി കിട്ടും എന്ന് കരുതി തന്നെയാണ് ആ സ്ഥലം തിരഞ്ഞെടുക്കാനും കാരണം. അല്ലെങ്കിലും വീരസ്വർഗം നേടുന്നവർക്ക് സ്വർഗീയ ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം. അപ്പോ സൈന്യബലം കൂടുതൽ തങ്ങൾക്കാണെങ്കിലും ഭഗവാൻ അർജുനന്റെ ഭാഗത്ത് ആയതിനാൽ തങ്ങളുടെ ഭാഗത്തെ വിജയത്തെക്കുറിച്ച് ധൃതരാഷ്ട്രർക്ക് ഒരു ഉത്കണ്ഠയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാര്യസ്ഥനായ സഞ്ജയനോട് അവർ ഇരുവരും എന്താണ് ചെയ്തതെന്ന് ഉള്ള ചോദ്യമാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത്. ഒരിക്കലും സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട ഒരാളല്ല ഈ ധൃതരാഷ്ട്രർ. അതിനുവേണ്ടി ഒരു വിരൽ പോലും അയാൾ അനക്കിയില്ല. അയാൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. പല പല സന്ദർഭങ്ങൾ മഹാഭാരതത്തിലുണ്ട്. ഇതൊക്കെ നമുക്ക് മഹാഭാരതം കഥ പറയുന്ന സമയത്ത് പറയാം. അപ്പോ സ്വാഭാവികമായിട്ട് സൈന്യബലം 11 അക്ഷൗഹിണി പട ആർക്കുണ്ട്? കൗരവർക്കുണ്ട്. മറിച്ച് പാണ്ഡവർക്ക് വെറും 7 അക്ഷൗഹിണി പടയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കൗരവർ ജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ കുരുക്ഷേത്രം എന്ന സ്ഥലത്തിന്റെ പാവനതയും ധർമ്മക്ഷേത്രം എന്നതും യുദ്ധവിജയത്തെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നുള്ള സംശയം ധൃതരാഷ്ട്രർക്ക് ഉണ്ടായി. കാരണം ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് അത് ധർമ്മക്ഷേത്രമാണ്. ഭഗവാൻ കൃഷ്ണ അർജുനനും പാണ്ഡവരോടൊപ്പം ഉണ്ട്. തന്റെ മക്കളാണെങ്കിലോ അധർമ്മികള്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലത്തിൽ യുദ്ധം നടന്നാൽ തങ്ങളുടെ പുത്രർ ജയിക്കില്ല, മറിച്ച് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ചിന്ത, ഒരു ഉത്കണ്ഠ ധൃതരാഷ്ട്രർക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചരിത്രപരവും വൈദികവുമായ പ്രാധാന്യത്തിന് പുറമെ ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന വാക്കുകൾ ഇവിടെ പൊരുൾ ഇതാണ്. അപ്പം ഈ ഒരു മനോഭാവം ധൃതരാഷ്ട്രർക്ക് ഉണ്ടായിരുന്നു. എത്രയൊക്കെ സൈന്യബലം ഉണ്ടെങ്കിലും ഇവർക്ക് ഈ പറയുന്ന വിജയം കൗരവർക്ക് ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. എന്ന് മാത്രമേ ഗുണശാലികളും ധർമ്മിഷ്ഠരുമായ പാണ്ഡുപുത്രർക്ക് ആ സ്വാധീന ശക്തി സഹായകമാകും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു, ആ സ്ഥലത്തിന്റെ സ്വാധീന ശക്തി. പിന്നെ വ്യാസദേവന്റെ കരുണയാൽ കൊട്ടാരത്തിൽ ഇരുന്ന് പിന്നെ ഇതെല്ലാം എന്താ പറയാ സഞ്ജയനിലൂടെ കേൾക്കാനും ഒക്കെയുള്ള ഒരു വരം ഇദ്ദേഹത്തിന് കിട്ടിയ കാര്യം ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ച ശ്ലോകത്തിലുണ്ട്. സഞ്ജയനിലൂടെ ധൃതരാഷ്ട്രർ ഓരോ നിമിഷവും യുദ്ധരംഗത്തെ വിവരങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ കുരുവംശത്തിൽ പിറന്നവരായിട്ട് കൂടി തന്റെ മക്കളെ മാത്രമാണ് കൗരവർ എന്ന് സംബോധന ചെയ്യുന്നത് ധൃതരാഷ്ട്രർ. പാണ്ഡുപുത്രർക്ക് ആ വംശപാരമ്പര്യം വരെ നിഷേധിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ എത്രത്തോളം പാണ്ഡവരോട് സ്നേഹം അല്ലെങ്കിൽ കൂറുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. രാജ്യത്തെ വിപുലപ്പെടുത്തിയൊക്കെ പാണ്ഡുവും പിന്നെ അർജുനനും ഒക്കെ കൂടിയാണ്. നമുക്കറിയാം, മഹാഭാരതം വായിച്ചു വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. മഹാഭാരതത്തിലെ പല ധാരാളം രാജ്യങ്ങളെ പാണ്ഡു കീഴടക്കി തന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ അർജുനനും ഒരു 4-5 രാജ്യങ്ങളെ കീഴടക്കി ഈ രാജ്യത്തോട് ഹസ്തിനപുരിയോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം അവരുണ്ടാക്കിയ സ്വന്തം കൊട്ടാരം പോലും രാജ്യം പോലും തിരിച്ചു കൊടുക്കാതെ, ഇന്ദ്രപ്രസ്ഥം എന്ന ആ രാജ്യം പോലും തിരിച്ചു കൊടുക്കാതെ അവര് ഇത്രയും ക്രൂരത കാണിക്കുന്നു. അപ്പോ ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യത്താൽ ഗാണ്ഡവനത്തിൽ അസുരശില്പികളായ മയനാൽ നിർമ്മിക്കട്ട ഇന്ദ്രപ്രസ്ഥം എങ്കിലും കൊടുത്ത് ഇവർക്ക് വേണമെങ്കിൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. അതുപോലും കൊടുത്തില്ല. അപ്പോ ധർമ്മപിതാവായ ശ്രീകൃഷ്ണൻ ധർമ്മക്ഷേത്രമായ ഈ പറയുന്ന കുരുക്ഷേത്രത്തിലെ വിളനിലത്തിലെ കളകളെ എന്ന പോലെ ധാർത്തരാഷ്ട്രപുത്രന്മാരെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ധാർമ്മികരായ പാണ്ഡവരെ നാടുവാഴികളായി അവരോധിക്കുമെന്നും ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഭഗവത്ഗീതയുമായിട്ട് ചില പോയിന്റ്സുകൾ പറയാം. ഭഗവത്ഗീതയിൽ മൊത്തം 700 ശ്ലോകങ്ങളാണ്, 18 അധ്യായങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ അധ്യായം 18ാമത്തെ അധ്യായമാണ്. സന്യാസത്തിന്റെ പരിപൂർണത. 78ഓളം ശ്ലോകങ്ങളാണ്. ഏറ്റവും ചെറിയ അധ്യായം എന്ന് പറയുന്നത് ഭക്തിയോഗമാണ്. വെറും 20 ശ്ലോകങ്ങളേ ഉള്ളൂ. ധൃതരാഷ്ട്രർ ആകപ്പാടെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. അർജുനൻ ചോദിച്ചത് 33 ചോദ്യങ്ങൾ ഇതിനിടെ ഈ ഭഗവത്ഗീതയിലുണ്ട്. കൃഷ്ണൻ 574 ശ്ലോകങ്ങളിലൂടെയാണ് ഇതിന്റെ മറുപടി കൊടുക്കുന്നത്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലാണ് ഈ ഭഗവത്ഗീത പറയുന്നത്. ആ ഭീഷ്മപർവത്തിൽ 830 മുതൽ 1531 വരെയുള്ള ശ്ലോകങ്ങളിലൂടെയാണ് ഈ ഭഗവത്ഗീത നമുക്ക് കിട്ടുന്നത്. പശ്ചാത്തലം കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ്. ഇതിന്റെ പ്രധാന സംവാദം നടക്കുന്നത് കൃഷ്ണനും അർജുനനും തമ്മിലാണ്. ഭഗവത്ഗീത ഉപദേശിക്കാൻ തുടങ്ങുന്നത് 2ാം അധ്യായത്തിലെ 11ാം ശ്ലോകത്തിലൂടെയാണ്. നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നു, എങ്കിലും
ആവശ്യമില്ലാത്തയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിച്ചിരിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ശ്ലോകം മുതലാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ശിഷ്യഭാവത്തിലാണ് അർജുനൻ ഭഗവത്ഗീത കേട്ടത്. ഭഗവാൻ ആചാര്യ ഭാവത്തിലാണ് ഗീത ഉപദേശിക്കുന്നത്. ഭഗവത്ഗീത ദിനം ആചരിക്കുന്നത് മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ്. കുരുക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലം ഹരിയാനയിൽ ഉണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ അവിടെ യുദ്ധം നടന്ന സ്ഥലത്ത് ഭഗവാന്റെ ഒക്കെ സ്മാരകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണാവുന്നതാണ്. അപ്പോ സമയം ഏകദേശം അതിക്രമിച്ചിരിക്കുന്നു. കുറെ പറയാനുണ്ട്, പക്ഷെ കുറച്ച് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാനോ പറയാനോ കമന്റ്സ് പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. അതാമത് പ്രഭു ഉണ്ടോ? ഉണ്ടല്ലോ പ്രഭു. ഉണ്ട്. ശരി ശരി. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കമന്റോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാലുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. വളരെ സന്തോഷം, നന്ദിയുണ്ട് പ്രഭുജി. ഇന്ന് വളരെ വലിയൊരു സംരംഭമാണ് ഭഗവാന്റെ കൃപയാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ പ്രസ്തുത മംഗളകർമ്മത്തില് പ്രഭുവാണ് ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിലും എനിക്കാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ അവസരം തന്നത്. താങ്ക് യു. അത് ഭഗവാന്റെ അറേഞ്ച്മെന്റ്. അതെന്തായാലും വളരെ സന്തോഷം പ്രഭുജി. ഇത് ഒരുപാട് ഭക്തന്മാര് ഭഗവത്ഗീത പഠിക്കാൻ ഒരുമിച്ച് കൂടുന്ന ഒരു വേദിയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഭഗവാന്റെ കൃപ കൊണ്ട് അങ്ങ് അതിനെ വളരെ നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്ത് നന്നായി തുടങ്ങിയിരിക്കുന്നു പ്രഭുജി. നമുക്ക് ഒരുമിച്ച് ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി കൃഷ്ണന്റെ ലീലകളെ കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും ഒരു ഉഗ്രൻ ഒരു ഡിസ്കഷൻ നമ്മുടെ ലൈഫ് ലോങ് നടത്താൻ ഇതൊരു തുടക്കമാവട്ടെ. താങ്ക് യു പ്രഭുജി. വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് തുടങ്ങുന്ന ഈ മനോഹരമായ ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കെയർ ഓഫിൽ ആരെങ്കിലൊക്കെ പുതിയതായിട്ട് നമ്മൾ ഭഗവാന്റെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്വന്തം ഓരോരുത്തരുടെയും പ്ലാറ്റ്ഫോമായി കണ്ട് അവരവരുടെ സർക്കിളിലുള്ള ആൾക്കാരെ ഈ വലിയ ഉദ്യമത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരിക. ഇന്ന് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട ശ്രീപതി പ്രഭുവിനെ പോലുള്ള നല്ല സീനിയർ ആയിട്ടുള്ള ഒരുപാട് വലിയ വൈഷ്ണവരുടെ മനോഹരമായ റിയലൈസേഷൻസ് നമുക്ക് ഈ വേദിയിൽ നമുക്ക് സംസാരിക്കാൻ ഭഗവാൻ അവസരം തരട്ടെ. ഇന്ന് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് നമ്മുടെ ഭഗവത്ഗീത സത്സംഗം ഉദ്ഘാടനം ചെയ്ത് തുടങ്ങി വെച്ച ശ്രീപതി പ്രഭുവിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് വന്നു ചേർന്ന പ്രിയപ്പെട്ട ഭക്തജനങ്ങളെയും വളരെ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് ഭഗവത്ഗീത 1-ാം അധ്യായം 1-ാം ശ്ലോകം മുതൽ നമ്മൾ തുടങ്ങാം. ഇനി അങ്ങോട്ട് 700 ശ്ലോകങ്ങളാണ് ഉള്ളത്. അപ്പോൾ 700 ക്ലാസ് ആണ് നമുക്ക് വേണ്ടത്. ചില ശ്ലോകങ്ങൾ നമുക്ക് 2 ശ്ലോകങ്ങൾ ഒരുമിച്ചായിരിക്കും നമുക്ക് എടുക്കേണ്ടി വരുന്നത്. എങ്ങനെ വന്നാലും 1-2 1.25 അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നമുക്ക് ഭഗവത്ഗീത ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അത് കേൾക്കാനുള്ള ഭാഗ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും ഭഗവാൻ തരട്ടെ. നമുക്ക് അതിനുള്ള ആയുസ് ഭഗവാൻ കൂട്ടി തരട്ടെ. വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ക്ലാസ് എടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രീപതി പ്രഭുവിനും അത് ഓർഗനൈസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട പത്നി ഐശ്വര്യ ദേവിദാസിക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ പ്രഭുവിനോട് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ക്ലോസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.